മൃദംഗവിഷനും GCDAയും തമ്മിലുള്ള കരാർ വിവരങ്ങൾ മീഡിയ വണിന് സ്റ്റേഡിയത്തിൽ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെയും ഫയർഫോഴ്സിന്റെയും അനുമതി വാങ്ങണമെന്ന് കരാറിലുണ്ട്. പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതും സംഘാടകരുടെ ഉത്തരവാദിത്വമെന്നും കരാറിൽ പറയുന്നു. പരിപാടിക്ക് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നായിരുന്നു വിവിധ വിഭാഗങ്ങളുടെ കണ്ടെത്തൽ. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, GCDAയും മൃദംഗവിഷനും തമ്മിലുള്ള കരാറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കരാറിൽ പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേരത്തെ അപേക്ഷ നമ്മൾ നൽകിയപ്പോൾ അതിൽ കൃത്യമായി തന്നെ സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള ഒരു അപേക്ഷയായിരുന്നു കൊടുത്തിരുന്നത്. അതിന് അനുസരിച്ച് 15 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ചതിന് ശേഷമാണ് ഈ GCDA സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള ഒരു അനുമതി കൊടുത്തത്. പക്ഷെ അതിന്റെ കുറേയധികം നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ കണ്ടീഷൻസും ഇതിനകത്തും വ്യക്തമാക്കിയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ മാത്രം നോക്കുകയാണെങ്കിൽ, ഈ സ്റ്റേഡിയത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ പരിപാടിയുടെ ഭാഗമായി താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് കൃത്യമായി തന്നെ കൊച്ചി കോർപ്പറേഷനും ഫയർഫോഴ്സും തുടങ്ങിയ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് കൃത്യമായി തന്നെ ഒരു അനുമതി നൽകിയതിനു ശേഷം മാത്രമാണ് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് താൽക്കാലികമാണെങ്കിൽ പോലും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് കൃത്യമായി തന്നെ ഒരു ക്ലോസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ അനുമതികളും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ലഭ്യമാക്കേണ്ട രേഖകൾ, അനുമതി പത്രങ്ങളൊക്കെ കൃത്യമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ടതും പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കേണ്ടതും ഈ സംഘാടകരുടെ ഉത്തരവാദിത്തമാണ്. ഇത് കൃത്യമായി തന്നെ 2 ക്ലോസുകൾ ഈ മൃദംഗവിഷന് നൽകിയ അനുമതി പത്രത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 2 വിഭാഗവും തമ്മിൽ നടത്തിയ ഈ കരാറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്ന് സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ GCDയുടെ ചെയർമാൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നത് ഇത് കൃത്യമായി തന്നെ ഈ സ്റ്റേഡിയം അല്ലെങ്കിൽ പോഡിയം കെട്ടുന്നതിന് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷ അവർ നൽകിയിട്ടില്ല. അങ്ങനെ സാധാരണഗതിയിൽ ISL ഒക്കെ നടക്കുമ്പോൾ അതിന്റെ നിലവിലുള്ള ക്രമീകരണങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചർച്ചകളിൽ പോലും വന്നിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടാക്കിയത് അനധികൃതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഈ പോഡിയം നിർമ്മിച്ചത് ഒരു ഭാഗത്തെ അവിടെയുള്ള ചെയറുകൾ, സീറ്റുകൾ അടക്കം നീക്കിക്കൊണ്ടല്ലേ പോഡിയം നിർമ്മിച്ചത്? അപ്പോൾ അതിൽ കൊച്ചി കോർപ്പറേഷന്റെ അനുമതി നിർബന്ധമായിരുന്നില്ലേ? തീർച്ചയായും ഈ സീറ്റുകൾ നീക്കി എന്ന് പറയാൻ കഴിയില്ല. സീറ്റുകളുടെ മുകളിൽ ഒരു ഈ പ്രത്യേകം പലകകളും അതോടൊപ്പം തന്നെ സ്കഫോർഡുകളും ഒക്കെ വെച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക പോഡിയമാണ്. അത് 2 വരിയായി, ആദ്യം ഒരു ചെറിയ ഹൈറ്റ്, പിന്നീട് അതിന് പുറകുവശത്ത് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ട 2 ഡെക്കായി കൊണ്ടുള്ള ഒരു സ്റ്റേജാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിലവിലുള്ള കസേരകളുടെ മുകളിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു അധിക നിർമ്മാണമാണ്, അല്ലെങ്കിൽ താൽക്കാലിക നിർമ്മാണമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായി അനുമതി വാങ്ങണം എന്നുള്ളതിൽ ഒരു സംശയത്തിന് പോലും ഇടയില്ലാത്ത വിധം ഈ കരാറിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ GCDA രാവിലെ തന്നെ പറഞ്ഞതാണ്, ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ഇക്കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അനുമതി തേടിയതായി ഒരു റിപ്പോർട്ടുമില്ല. മാത്രമല്ല കൊച്ചി കോർപ്പറേഷനും ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കരാർ പ്രകാരം വ്യക്തമാകും, നേരത്തെ അപേക്ഷ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ കരാർ പ്രകാരം വ്യക്തമാകുന്നത് ഇതിൽ 2 കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, ഫയർഫോഴ്സിന്റെ അനുമതി. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അനുമതി നൽകണമെങ്കിൽ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിയതിനു ശേഷമാണ് NOC നൽകുക സ്വാഭാവികമായും. അപ്പോൾ അത് തേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ അനുമതി വാങ്ങണമെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കസേരകൾക്ക് മുകളിൽ, ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ GCDA സാധാരണഗതിയിൽ പാലിക്കുന്ന ചില പ്രോട്ടോകോളുകൾ ഉണ്ടാകും. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കരാർ കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മുസ്തഫ, ഒരു കാര്യം, ഇവിടെ കരാറിലെത്തിയിട്ടുള്ളത് മൃദംഗവിഷനും GCDAയും തമ്മിലാണല്ലോ. കരാറിൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് പരിപാടി നടത്താവൂ എന്ന്. അപ്പോൾ ഇതെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്ന് ഈ പരിപാടിക്ക് മുൻപ് ഒരു പരിശോധന പോലും നടന്നിട്ടില്ലേ? അപ്പോൾ അത് GCDAയുടെ ഉത്തരവാദിത്വം കൂടിയാവില്ലേ? GCDA കൃത്യമായി തന്നെ ഈ കരാറിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ചില ഏരിയകൾ കൂടി പറയുന്നുണ്ട്. ഈ പ്ലേ ഏരിയ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങൾ മാത്രമാണ് ഈ പരിപാടി നടത്തുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അധിക സ്ഥലങ്ങളോ മറ്റോ ഉപയോഗിച്ചതായി കണ്ടാൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വാടകയുടെ ഇരട്ടി തുക പിഴയായി ഈടാക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിനിടക്കാണ് ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായ ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് പിന്നെ കേസിലേക്ക് പോകുന്നു. ഹൈക്കോടതിയുടെ
മുൻകൂർ ജാമ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ ഡെവലപ്മെന്റ് ഈ ഉമാ തോമസ് MLA അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ തന്നെയാണ് GCDയുടെ ഒരു വിശദീകരണം ഇങ്ങനെ കൃത്യമായി തന്നെ കരാർ ഉൾപ്പെടെ വെച്ച് രണ്ട് വിഭാഗങ്ങൾക്കിടയിലും കരാർ ഉൾപ്പെടെ വെച്ചത് അതിന്റെ ഭാഗമായി തന്നെയാണ്. അതിൽ തന്നെ കരാറിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഘാടകരായ മൃദംഗ വിഷനും GCDയും തമ്മിലുള്ള കരാറിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. അതിൽ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ അനുമതി വേണം, ഫയർഫോഴ്സിന്റെ അനുമതി വാങ്ങണമെന്ന് കരാറിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തേണ്ടത് അത് സംഘാടകരുടെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി കരാറിൽ പറയുന്നുണ്ട്. കരാറിന്റെ രേഖയാണ് ഇപ്പോൾ മീഡിയ വണിന് ലഭിച്ചിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.